ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ബേസിക് സയൻസിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഡാഡ് വൈ ആർ സോ മെനി ഐറ്റംസ് മിക്സ്ഡ് ഇൻ ദിസ് സ്നാക്ക്, ഐ ഡോണ്ട് ലൈക്ക് സം ഓഫ് ദം അറ്റ് ഓൾ. അപ്പോൾ നമ്മുടെ മിക്സറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അതിൽ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ദിസ് സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് സ്നാക്ക് ദാറ്റ് ലേറ്റർ ഗേവ് ഇറ്റ്സ് നെയിം മൈ ഡിയർ. അപ്പോൾ അമ്മ പറയണം അത് സ്നാക്കിൻ്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം മിക്സ്ചറിൽ എന്തുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അല്ലേ, കുറേ സാധനങ്ങൾ അതിൽ മിക്സ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. യു മൈറ്റ് ഹാവ് ഗസ്ഡ് വാട്ട് ദ ബോയ് ഈസ് ടോക്കിംഗ് അബൌട്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഐറ്റംസ് ഇൻ ദിസ് സ്നാക്ക്? ഈ സ്നാക്കിലുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് എക്സാമിൻ ദ സ്നാക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഐറ്റം ഇൻ ഇറ്റ്. അപ്പോൾ ഏതാണ് സ്നാക്ക്? മിക്സ്ചറാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് നട്ടും ഫ്രൈഡ് ഗ്രാമും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട് വരും, കറി ലീവ്സ് വരും, ബൂണ്ടി വരും, ഫ്രൈഡ് ഗ്രീൻ ബീൻസ് വരും, ഫ്ലാറ്റൻഡ് റൈസ് അതായത് അവില് പോലത്തെ അതൊക്കെ വരും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം. വി യൂസ് എ വെറൈറ്റി ഓഫ് ഐറ്റംസ് ലൈക്ക് ദിസ് ഇൻ അവർ ഡെയിലി ലൈഫ്. യു ഓൾറെഡി നോ മെനി ഐറ്റംസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. ഹാവിൻ യു നോട്ടീസ് ദാറ്റ് ന്യൂ സബ്സ്റ്റൻസസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മിക്സിംഗ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, ഹെൽത്ത്, കൺസ്ട്രക്ഷൻ എറ്റ്സെട്ര. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു സാധനം വെച്ചിട്ടാണോ കുക്ക് ചെയ്യുക? അല്ല. സപ്പോസ് ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ പുതിയൊരു കറി ആയിട്ട് മാറുന്നു. അതേപോലെ അഗ്രികൾച്ചറിലാണെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിലും കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? പുതിയൊരു സാധനം ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചറിൽ എന്താ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ കോൺക്രീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ്? കമ്പോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് അറിയാം അല്ലേ. വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് യൂസ് ടു മേക്ക് കോൺക്രീറ്റ്? കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? സിമൻറ്റ്, സാൻഡ്, വാട്ടർ, ക്രഷ്ഡ് സ്റ്റോണ്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കവിടെ ഫില്ല് ചെയ്യാം. വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോ വേസ്റ്റസ് യൂസ് ടു മേക്ക് കമ്പോസ്റ്റ്? നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റസ് ആണ്, വീട്ടിലുണ്ടാവുന്ന വേസ്റ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേതൊക്കെയാണ്? വെജിറ്റബിൾ പീല്, ഫ്രൂട്ട്, സ്ക്രാപ്സ്, ലെഫ്റ്റ് ഓവർ ഫുഡ്, ഡ്രൈഡ് ലീവ്സ്. ഓക്കെ, ഇത്രയും ഭാഗം അവിടെയും ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് കോൺക്രീറ്റ്, കമ്പോസ്റ്റ് ആൻഡ് എ മിക്സ്ചർ? ആറിൻ്റെ മെയ്ഡപ്പ് ബൈ മിക്സിങ് മോർ ദാൻ വൺ സബ്സ്റ്റൻസസ്. എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റീസ്? ദേ ആർ മെയ്ഡപ്പ് ബൈ മിക്സിങ് മോർ ദാൻ വൺ സബ്സ്റ്റൻസസ്. കുറേ സബ്സ്റ്റൻസസ് കൂടിയിട്ടാണ് ഈ പറഞ്ഞ കോൺക്രീറ്റ് ആയിക്കോട്ടെ, കമ്പോസ്റ്റ് ആയിക്കോട്ടെ, മിക്സ്ചർ ആയിക്കോട്ടെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒന്ന് സാലഡാണ്, ഒന്ന് മാംഗോ പിക്കിളാണ്. വിച്ച് ആർ ദ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സാലഡ് ആൻഡ് മാംഗോ പിക്കിൾ? ഇപ്പോൾ സാലഡിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഓനിയൻ, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ നമ്മുടെ കേർഡ്, പിന്നെ നമുക്ക് എന്ത് പറയാം? കൊറിയൻഡർ ലീവ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. സോൾട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ, സോൾട്ട്. ഇനി മാംഗോ പിക്കിളിൽ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റോ മാംഗോ, പിന്നെ സോൾട്ട്, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ഓയിൽ, കറി ലീവ്സ്, മസ്റ്റാർഡ് സീഡ്. ഇത്രയും കാര്യങ്ങൾ അതിലും പറയാം കേട്ടോ. ആർ ഇൻ ദ ഇൻഗ്രീഡിയൻസ് ആൻഡ് ദെയർ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻറ്റ് ഇൻ മേക്കിംഗ് ദ ഫുഡ് ഡെലീഷ്യസ്? യെസ്, കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഫുഡിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റസ് കിട്ടുന്നുണ്ട് അല്ലേ. ലെറ്റസ് പ്രിപ്പയർ എ സാലഡ്. നമുക്കൊരു സാലഡ് പ്രിപ്പയർ ചെയ്താലോ? ഷാൽ വി പ്രിപ്പയർ എ ഡെലീഷ്യസ് സാലഡ് ഇൻ ദ ക്ലാസ്? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ സാലഡ്? സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണം? നേരത്തെ നമ്മൾ പറഞ്ഞതാ അല്ലേ, ഓനിയനും ടൊമാറ്റോയും സോൾട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. കേർഡ്, ക്യാരറ്റ്, കുക്കുംബർ നമുക്ക് ഇതാക്കാം. ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ടേക്ക് നെസസറി ഇൻഗ്രീഡിയൻസ് മേക്ക് ദ സാലഡ് ആൻഡ് ഷെയർ ഇറ്റ്. അപ്പോൾ നിങ്ങളോട് സാലഡ് ഉണ്ടാക്കിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യു ഹാവ് പ്രിപ്പയർഡ് ദ സാലഡ് ബൈ മിക്സിങ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ദ ഫുഡ് വി ഈറ്റ് ഡെയിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സച്ച് സബ്സ്റ്റൻസസ്. ലിസ്റ്റ് മോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ പല സ്ഥലത്ത് പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു കറി ആയിക്കോട്ടെ, പിക്കിളായിക്കോട്ടെ എല്ലാം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് അങ്ങനത്തെ കുറേ റെസിപ്പീസ് എഴുതാണ്. നമുക്ക് എന്ത് പറയാം? വെജിറ്റബിൾ ബിരിയാണി പറയാം, പിന്നെ നമുക്ക് എന്ത് പറയാം? ചിക്കൻ കറി പറയാം, ഫിഷ് കറി പറയാം. ഇതിലൊക്കെ നമുക്ക് എന്താണ്? പല ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ,
സാലഡ് ആൻഡ് മാംഗോ പിക്കിൾ ഹാവ് മോർ ദാൻ വൺ കമ്പോണൻറ്റ്. ഇതിലൊക്കെ ഒരു കമ്പോണൻറ്റിനേക്കാൾ കൂടുതൽ കമ്പോണൻറ്റ് ഉണ്ടല്ലോ. ഓൾ ദീസ് ആർ മിക്സ്ചേഴ്സ്. അങ്ങനെ ഒന്നിനേക്കാൾ കൂടുതൽ കമ്പോണൻറ്റ് ജോയിൻ ചെയ്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. സിമിലർലി ദർ ആർ മെനി സബ്സ്റ്റൻസസ് അറൗണ്ട് us ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കമ്പോണൻറ്റ്. ഫൈൻഡ് ദം. അതുപോലെ കുറേ സബ്സ്റ്റൻസസ് നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് പറയുന്നത്. സോ എന്താണ് മിക്സ്ചേഴ്സ് എന്ന് നോക്കാം. എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസസ്. ഒരു സബ്സ്റ്റൻസസിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ എടുക്കുന്നതാണ് എന്ത് നമ്മുടെ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മിക്സ്ചേഴ്സ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് റിക്വയർഡ്: വാട്ടർ, സോൾട്ട്, ഷുഗർ, ചോക്ക് പൗഡർ, ലെമൺ, ബ്ലൂ വിട്രിയോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അയൺ പൗഡർ, റവ, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, പാഡി, ട്രാൻസ്പാരൻറ്റ് വെസൽ, ഗ്ലാസ് ടംബ്ലേഴ്സ്, സ്മോൾ വെസൽസ് ആൻഡ് സ്പൂൺസ്. ഇത്രയും സാധനങ്ങൾ വേണം. പ്രിപ്പയർ ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ സ്യൂട്ടബിൾ കണ്ടെയ്നർ. ഇപ്പോൾ കുറേ കണ്ടെയ്നേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന മിക്സ്ചേഴ്സ് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇടാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് കറക്റ്റായിട്ട് നെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് ടാബുലേറ്റ് ചെയ്യാം കേട്ടോ. മിക്സ്ചർ പ്രിപ്പയർഡ് ഏതൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മിക്സ്ചർ. ഇപ്പോൾ ലൈം ജ്യൂസാണ് അവർ ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്? വാട്ടർ, ലെമൺ, ഷുഗർ. നെക്സ്റ്റ് നമുക്ക് ഇപ്പം തന്ന സാധനത്തിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റും? സോൾട്ട് വാട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കമ്പോണൻറ്റ് എന്തൊക്കെയാണ്? വാട്ടറും സോൾട്ടും. പിന്നെ നമുക്ക് റവ മിക്സ്ഡ് വിത്ത് സോൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കമ്പോണൻറ്റ് വരുന്നത് റവ സോൾട്ടാണ്. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സാൾട്ട് മിക്സ്. അതിലെന്തൊക്കെയാണ് കമ്പോണൻറ്റ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോൾട്ട്, വാട്ടർ. ഓക്കെ, സോറി, ആ ലാസ്റ്റ് കോളം ഇങ്ങനെയാണ് എഴുതേണ്ടത്: പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എന്ന് വേണം എഴുതാൻ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ആ ബോക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവർ ചോദിക്കുന്നത്: ഡു ഓൾ ദ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ മാറ്ററിലാണോ? നോ, നോട്ട് അറ്റ് ഓൾ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. എക്സാമ്പിൾ: സോൾട്ട് ഈസ് സോളിഡ്, വാട്ടർ ഈസ് ലിക്വിഡ്. ഇപ്പോൾ ഇതിൽ തന്നിട്ടുള്ള എല്ലാതും ഒരേ സ്റ്റേറ്റിലല്ല ഇരിക്കുന്നത്. സോൾട്ട് കുറച്ച് സോളിഡാണ്, നമുക്കറിയാം വാട്ടർ ലിക്വിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഡിസോൾവ് ആവുന്നത് ലിക്വിഡിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് സോൾട്ട് വാട്ടർ ആണ് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് പറയാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സാൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ പറയാം. ലൈം ജ്യൂസ് പറയാം. പിന്നെ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ ആർ സോളിഡ്സ് ഡിസോൾഡ് ഇൻ വാട്ടർ പറയാം. ഓക്കെ, അടുത്തത്: ആർ ദർ ആർ എനി മിക്സ്ചർ ഓഫ് ടു സോളിഡ്സ്. ഏതെങ്കിലും രണ്ട് സോളിഡ്സിൻ്റെ മിക്സ്ചർ ഉണ്ടോയെന്ന്. അപ്പം നമുക്ക് ഏതൊക്കെ പറയാം? യെസ്, ആൻ എക്സാമ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ് ഈസ് റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. രണ്ടും ഇവിടെ സോളിഡാണ് അല്ലേ? റവയും സോളിഡാണ്, സാൾട്ടും സോളിഡാണ്. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത്: വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾഡ് ഇൻ എ ലിക്വിഡ്. ഒരു സോളിഡിനേക്കാൾ കൂടുതൽ, അതായത് 2-3 സോളിഡ് ലിക്വിഡിൽ ഇതാവുന്നതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലൈം ജ്യൂസ്. അതിലെന്തൊക്കെയാണ്? നമ്മൾ ലൈമും അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഷുഗറും. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ, അതും നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്: ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ക്ലാസ് ആൻഡ് നോട്ട് ഇൻ യുവർ സയൻസ് ഏരിയ. മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഡിസോൾഡ് ഇൻ ലിക്വിഡ് അത് ഏതൊക്കെയാണ്? സോൾട്ട് സൊല്യൂഷൻ പറയാം, ഷുഗർ സൊല്യൂഷൻ പറയാം. മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ് ഏതാ? റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് മിക്സ്ഡ് വിത്ത് വാട്ടർ. മിക്സ്ചേഴ്സ് ഓഫ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾഡ് ഇൻ അതിൽ മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സിൽ അത് വരില്ല കേട്ടോ. ഇത് മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾഡ് ഇൻ ലിക്വിഡ്, അതിലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ വരിക. ഓക്കെ, അപ്പോൾ എല്ലാ കമ്പോണൻസും നമുക്ക് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ, എല്ലാ കമ്പോണൻസും വിസിബിൾ ആവുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അത് റവയും സാൾട്ടാണ് അല്ലേ, റവ മിക്സഡ് വിത്ത് സോൾട്ടാണ്. പിന്നെ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈം ജ്യൂസ് പറയാം കേട്ടോ. ഓക്കെ, റെക്കോർഡ് ദ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി ആൻഡ് പ്രസൻറ്റ് ദം. മിക്സ്ചേഴ്സ് ഇൻ ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ, ചോക്ക് പൗഡർ ഇൻ വാട്ടർ പറയാം. പിന്നെ നമുക്ക് നോട്ട് വിസിബിൾ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ഒക്കെ പറയാം കേട്ടോ. യു ഹാവ് പ്രിപ്പയർഡ് മെനി മിക്സ്ചേഴ്സ് ഹാവൻ യു, ഇൻ വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ഈസ് വൺ സബ്സ്റ്റൻസസ് dissolved in another one. You have learned that such mixtures are solution. You know that solutions are formed by dissolving a solute in a solvent. അപ്പോൾ സൊല്യൂഷൻസ് എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുമ്പോൾ. അപ്പോൾ അടിയിൽ കൊടുത്തിട്ടുള്ള ടേബിൾസിൽ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ അവർ ചോദിച്ചിട്ടുണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്, ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്, ഗ്യാസ് സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷനാണ്. അതിൽ എന്തൊക്കെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഷുഗർ സൊല്യൂഷൻ പറയാം, സോൾട്ട് സൊല്യൂഷൻ പറയാം, ലെമൺ ജ്യൂസ് പറയാം. സെക്കൻഡിൽ നമുക്ക് ലിക്വിഡ് സൊല്യൂഷനിൽ വിനീഗറാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൽക്കഹോൾ ഇൻ വാട്ടർ പറയാം, വിനീഗർ ഇൻ വാട്ടർ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എക്സാമ്പിളായിട്ട് സോഡ വാട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ നമുക്ക് പറയാം. ഗ്യാസ് സൊല്യൂഷനിൽ എയർ പറയാം. പിന്നെ ഓക്സിജൻ ഇൻ നൈട്രജൻ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, വുഡ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ഇൻ എ ഡൈവേഴ്സിറ്റി ഇൻ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. There are solutions formed by dissolving a gas in a solid and a solid in another solid. അപ്പോൾ നമുക്ക് പല രീതിക്ക് നമ്മുടെ ഈ സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഗ്യാസ് സോളിഡിൽ മിക്സ് ആവുന്നുണ്ട്, അതേപോലെ സോളിഡിൽ മിക്സ് ആവുന്നുണ്ട്. ദ സൊല്യൂഷൻ ഓഫ് പലേഡിയം ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് എ സോളിഡ് ഗ്യാസ് സൊല്യൂഷൻ. അപ്പോൾ സോളിഡ് ഗ്യാസ് സൊല്യൂഷൻ എക്സാമ്പിളാണ് പലേഡിയം ഹൈഡ്രജൻ ഗ്യാസും. എല്ലോ സച്ചസ് ഗോൾഡ്, ബ്രാസ് ആൻഡ് ബ്രോൺസ് used for making jewelry are solutions formed by dissolving solid in another solid. അപ്പോൾ ഒരു സോളിഡ് മറ്റൊരു സോളിഡിൽ അലിയിക്കുന്ന പ്രക്രിയയ്ക്ക് എക്സാമ്പിളാണ് നമ്മൾ ഈ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗോൾഡ്, ബ്രാസ്, ബ്രോൺസ് ഇവയൊക്കെ. ഹാവൻ യു ഹേർഡ് ഓഫ് 916 ഗോൾഡ്? നിങ്ങൾ 916 ഗോൾഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വെൻ 1000 gram of gold is made by mixing 916 gram of gold and 84 grams of അതർ മെറ്റൽസ്. അപ്പോൾ ബാക്കി 84 grams എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന അതർ മെറ്റൽസ് ആയിട്ടുള്ള സിൽവർ, കോപ്പർ. ഇറ്റ് ഈസ് കോൾഡ് 916 ഗോൾഡ്. ദിസ് ഈസ് ആൾസോ എ സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ സോളിഡ് തന്നെയാണ് സോളിഡ് സൊല്യൂഷനിൽ ഗോൾഡിന് വേണ്ടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിയിൽ കൊടുത്തിട്ടുള്ളത് വി ഹാവ് പ്രിപ്പയർഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്, ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ ഗ്ലാസസ് ഓഫ് സെയിം സൈസ്. അപ്പോൾ ഓരോ ഗ്ലാസസിലും ഈക്വൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള വാട്ടർ എടുക്കുക. മിക്സ്ചർ 1 എന്തായിരിക്കും? വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾഡ് ഇൻ ഇറ്റ്. മിക്സ്ചർ 2ൽ എന്താണ്? സോൾട്ട് സൊല്യൂഷൻ ആണ്. മിക്സ്ചർ 3ൽ എന്താ പറയുന്നത്? വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ. അപ്പം 3 3 തരമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? ഈ മിക്സ്ചേഴ്സ് എല്ലാം ഒരുപോലെ ഇരിക്കുമോ? നോ, ദ മിക്സ്ചേഴ്സ് water with sugar dissolved, salt solution, water mixed with chalk powder are not at all alike. Water with sugar dissolved and sugar solution and salt solution are homogeneous mixtures, while water mixed with chalk powder is a heterogeneous mixture. അതായത് അത് അലിയില്ല അല്ലേ, മറ്റേന്ന് പെട്ടെന്ന് അലിഞ്ഞു പോവും. ഓക്കെ, അടുത്ത് നമ്മളോട് പറയുന്നത് വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോത്ത് ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ ആർ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. രണ്ടും എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അതായത് വെള്ളത്തിലിട്ട ഷുഗർ നല്ല രീതിക്ക് സ്റ്റിർ ചെയ്ത് കൊടുത്താൽ ഷുഗർ എന്ത് ചെയ്യും? ഷുഗർ ആയിക്കോട്ടെ സോൾട്ട് ആയിക്കോട്ടെ അത് അലിഞ്ഞ് ചേരും അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? അപ്പോൾ വാട്ടർ ചോക്ക് പൗഡറിലും സോൾട്ട് സൊല്യൂഷനിലും, ഇപ്പോൾ ആദ്യം നമ്മൾ വാട്ടർ ചോക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്, പിന്നെ നമ്മൾ വാട്ടർ സോൾട്ട് സൊല്യൂഷനിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്തോളൂ. വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ഈസ് എ heterogeneous mixture where the chalk particles are visible and will settle down over time, while salt solution is a homogeneous mixture where the salt is completely dissolved and not visible as separate particles. നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സറാണ്. അതായത് ഈ വെള്ളത്തിൽ നമ്മുടെ സോൾട്ട് അലിഞ്ഞു പോവും. ഇനി വെള്ളത്തിൽ ചോക്ക് പൗഡർ അലിഞ്ഞു പോവോ? ഇല്ല, അത് അടിയിൽ സെറ്റിൽ ചെയ്ത് കിടക്കും. അതൊരു ഹെട്രോജീനിയസ് മിക്സറാണ്. അതാണ് അവിടുത്തെ എന്താ പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, next let us do a more experiment. Take the sugar solution you have prepared earlier. Take the same amount of water and sugar in a similar glass and keep it unstirred. Using a straw, carefully taste from different parts of the water with the dissolved sugar and the unstirred mixture of sugar and water. ഒന്നുമില്ല, നമ്മളോട് ഒരു മിക്സർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വാട്ടറിൽ നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. അതായത് നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് ഷുഗർ എന്ത് ചെയ്തിട്ടുണ്ടാവും? വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് വാട്ടർ വിത്ത് അൺസ്റ്റിർഡ് ഷുഗർ, അതായത് ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇളക്കുന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് ആ ഗ്ലാസിൻ്റെ ഓരോ ഭാഗത്തും എന്തായിരിക്കും ഇത് ടേസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി എന്താ പറയുക, നമ്മുടെ ഷുഗർ അലിഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗറിൽ ടോപ്പിലും മിഡിലും ബോട്ടത്തിലും വരുന്ന ആൻസർ എന്താണ്? സ്വീറ്റ് എന്ന് നമുക്ക് എഴുതാം. മൂന്ന് ഭാഗത്തും നമുക്ക് സ്വീറ്റ് ടേസ്റ്റ് അനുഭവപ്പെടും. ഇനി വാട്ടർ വിത്ത് അൺസ്റ്റിർഡ് ഷുഗർ ആണെങ്കിൽ ടോപ്പിൽ എന്താണ്? നോ ടേസ്റ്റ്, അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മിഡിലിൽ സ്ലൈറ്റ്ലി സ്വീറ്റ് എന്ന് കൊടുക്കാം, ചെറുതായിട്ട് മധുരം ഉണ്ടാവും. ബോട്ടത്തിൽ വെരി സ്വീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അത്രയാണ് നമുക്കവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഈസ് ദ സ്വീറ്റ്നെസ് ദ സെയിം എവരിവെയർ ഇൻ ദ വെൽ സ്റ്റിർഡ് ഷുഗർ സൊല്യൂഷൻ? യെസ്, അവിടെ എല്ലായിടത്തും എന്താണ്? സ്വീറ്റ് സെയിം ആണല്ലേ, ടോപ്പിലും മിഡിലും ബോട്ടത്തിലും നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ആ മധുരം എല്ലായിടത്തേക്കും എത്തും. വാട്ട് അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് സൊല്യൂഷൻ? ടേക്ക് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അൺസ്റ്റിർഡ് ഷുഗർ സൊല്യൂഷൻ. ഇനി എന്താണ് അൺസ്റ്റിർഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ എന്താ? എല്ലായിടത്തും സെയിം ആണോ? അല്ല, മൂന്ന് സ്ഥലത്തും മൂന്ന് രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്തോളൂ. ദ ടേസ്റ്റ് ഓഫ് ആൻ അൺസ്റ്റിർഡ് ഷുഗർ സൊല്യൂഷൻ മൈറ്റ് vary in different parts. The sugar might not be uniformly distributed and some parts might be sweeter than others, especially at the bottom where the undissolved sugar might settle. അപ്പോൾ അതായത് നമുക്ക് ടോപ്പിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, നടുവിൽ കുറച്ച് ഷുഗറിൻ്റെ ടേസ്റ്റ് വരും, ബോട്ടത്തിൽ നല്ല രീതിക്ക് ടേസ്റ്റ് വരും. കാരണം എന്താ? നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഷുഗർ എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചോദിച്ചിട്ടുള്ളത് are in the components the same in both, yet what could be the reason for the difference in taste? Components എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ ടേസ്റ്റിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് അല്ലേ. while the components sugar and water are the same, the difference in taste arises from the distribution of the sugar. In the well stirred solution the sugar is evenly distributed, while in the unstirred mixture the sugar might be concentrated in certain areas. അതായത് നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഷുഗർ എല്ലാ ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. ഇളക്കാത്തയിൽ ഷുഗർ ഒരു സ്പെഷ്യൽ ഏരിയയിൽ മാത്രം അടിഞ്ഞു കൂടുകയാണ്. അപ്പോൾ അവിടെ മാത്രം കുറച്ച് സ്വീറ്റ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. The mixtures
that shows the same property through all its part is called homogeneous mixtures. അതായത് ഇപ്പോൾ സെയിം പ്രോപ്പർട്ടി, ഇപ്പോൾ സ്വീറ്റ് ടേസ്റ്റ് ആണെങ്കിൽ സ്വീറ്റ് ടേസ്റ്റ് എന്ന് പറയാം. അത് എല്ലാ ഭാഗത്തും കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. ദ മിക്സ്ചേഴ്സ് ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഈസ് കോൾഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അതായത് ഓരോ സ്ഥലത്തും ഓരോ പ്രോപ്പർട്ടിയെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം തൊട്ടിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.